ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈസി റെസിപ്പി ആയിട്ടാണ്. ഒരു കുട്ടി 4 മണി പലഹാരമാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത്. നമ്മൾ ബ്രെഡും മുട്ടയൊക്കെ വെച്ച് ചീസൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രൈയിങ് പാനിൽ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബ്രെഡിൻ്റെ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ, അതായത് അരിവൊന്നും മുറിച്ച് മാറ്റുന്നില്ല. നമ്മൾ ഈ ബ്രെഡിൻ്റെ ഹോൾ ബ്രെഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ ബ്രെഡുകൾ ഈ ഒരു സൈസിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ആവാം കേട്ടോ. അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ 2 സ്ലൈസ് ബ്രെഡ് ഇവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 ബ്രെഡിന് നമ്മൾ 2 മുട്ടയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ 3 സ്ലൈസ് ബ്രെഡിന് 2 മുട്ടയാണെങ്കിലും അന്ന അളവിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിനുശേഷം മുട്ടയ്ക്കകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ താഴെ വരുന്ന അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഉണക്കമുളക് പൊടിച്ചത് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. പക്ഷേ സാധാരണ രീതിയിൽ നമുക്ക് ഉപ്പും കുരുമുളക് പൊടി മാത്രം മതിയാവും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഈ ഒരു മുട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്പൂണോ ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഈ മുട്ടയും ഈ ബ്രെഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ബ്രെഡിലൊക്കെ നമ്മുടെ മുട്ടയൊക്കെ പിടിച്ച് നന്നായിട്ട് തന്നെ നനഞ്ഞിരിക്കണം. ആ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയും ബ്രെഡൊക്കെ ഇവിടെ നന്നായി മിക്സായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈയിങ് പാനിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാൻ പാൻ വെച്ചിരിക്കുന്നത്. ഈ മുഴുവൻ സമയം തുടക്കം മുതൽ ഒടുക്കം വരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊരു പിസയുടെ ടേസ്റ്റ് വരുന്ന രീതിയിലുള്ള ഒരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബട്ടറാണ് ഏറ്റവും നല്ലത്. ബട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതാ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡും മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് അടുപ്പിച്ച് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ കണക്കാക്കിയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബ്രെഡുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഗ്യാപ്പുകളൊന്നും വരാതെ നമുക്കിതൊന്ന് ഒതുക്കി കൊടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ അല്പം ടോപ്പിങ്സ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പിസയ്ക്ക് ടോപ്പിങ്സ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കുക. ഞാനിവിടെ ഒരു 1/2 സവോള ഇതുപോലെ സ്ക്വയറായിട്ട് മുറിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് പകരം ക്യാരറ്റ് കൊടുക്കാം. പക്ഷെ ഞാനിന്നിവിടെ ക്യാരറ്റ് എടുക്കുന്നില്ല. അതിന് പകരം ഞാനിവിടെ ക്യാപ്സിക്കാണ് എടുക്കുന്നത്. പകരമല്ല, ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കളറിലുള്ള ക്യാപ്സിക്കം മേലെ വെച്ചിട്ടുണ്ട്, ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടുമാണ്. പിന്നെ നമുക്കിതിൻ്റെ മേലെ അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഇതൊരു ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പരിവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ആയിക്കോളും. ഇനി ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ആണ്. നിങ്ങൾക്ക് ഒറിഗാനോ അല്ലെങ്കിൽ ബേസിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഹെർബ്സ് ആണ്. ഇതൊക്കെ ഒരു ഇറ്റാലിയൻ ആ ഒരു ഫ്ലേവറും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു പിസയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചീസ് ഇഷ്ടമാണോ അത്രത്തോളം ചീസ് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ആ ഒരു ഒന്ന് ബ്രെഡൊക്കെ ഒന്ന് മൂടി കിടക്കുന്ന രീതിയിലുള്ള ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു 2 ക്യാപ്സിക്കം കൂടെ ഇതുപോലെ ഒന്ന് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ചീസും ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, അത്രയും മതിയാവും. നമുക്ക് വേറെ ആ ഒരു വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവണം, അത്രയും വേണ്ടു. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇതാ നോക്കിയൊക്കെ നമ്മുടെ ചീസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് എഗ് ചീസ് പിസ്സ ഇവിടെ റെഡിയാണ്. നല്ല മണമൊക്കെയാണ് ഇത് തുറക്കുമ്പോൾ. നമ്മൾ ആ ഒറിഗാനോ ഒക്കെ ചേർത്തത് കൊണ്ടും പിന്നെ ബ്രെഡ് ആ ബട്ടറിൽ മൊരിഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി ഇത് തിരിച്ചു മറിച്ചോ ഒന്നും ഇടൊന്നും വേണ്ട. നമ്മളിത് അങ്ങനെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ചിടാനുള്ള ബുദ്ധിമുട്ട് ഇത് നമ്മളൊരു കയ്യിൽ വെച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഫ്രൈയിങ് പാനിൽ നിന്ന് നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് കമിഴ്ത്തി കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊരു പിസ്സ കട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം.
നിങ്ങൾക്ക് എത്ര സൈസ് അല്ലെങ്കിൽ എത്ര സ്ലൈസസ് വേണമെന്നനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ 4 സ്ലൈസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് 4 പേർക്കും കൂടെ, 4 കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈസി എന്ന് പറഞ്ഞാൽ അത്രയും ഈസിയാണ്. മുട്ട, ചീസ്, അതുപോലെ ബ്രെഡ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒരു അടിപൊളി പിസ്സ അവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ, ഒട്ടും തന്നെ അടി പിടിക്കുകയോ അങ്ങനെ ഒന്നും കരിയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.